സർവീസ് ബാങ്കിന്റെ ATM കൗണ്ടർ ആരംഭിച്ചു. ആധുനിക ബാങ്കിംഗ് രംഗത്തേക്ക് മേത്തല സർവീസ് ബാങ്കിന്റെ ATM കൗണ്ടർ ആരംഭിച്ചു. മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ദേവാലയമായിട്ടുള്ള ചരമ മസ്ജിദിന്റെ അടുത്ത് ഇവിടെ ഒരുപാട് തീർത്ഥാടകർ രാവും പകലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അത്യാധുനിക സംവിധാനം Google Pay ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആരാധനാലയത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ പണമായിട്ടാണ് അവിടെ ഇടുക. ഇവിടെ ഈ സൗകര്യമില്ല. അന്ന് ഞാനും കൈസാബൊക്കെ നിരവധി നാഷണൽ ബാങ്കുകളൊക്കെ സമീപിക്കുകയാണെങ്കിലും അന്ന് അവരത് നമുക്കത് വിജയിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഇവിടെ നമുക്ക് സ്ഥലം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് നന്ദി പറയേണ്ടത് നമ്മുടെ നവാസിനെയാണ്. നവാസായിട്ട് ബന്ധപ്പെട്ട് നവാസാണ് നമുക്കിവിടെ വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുന്നു. ഇതിവിടെ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല, ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക്, ബഹുജനങ്ങൾക്കൊക്കെ സഹായകരമായ അവർക്കൊരു ആശ്വാസമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കാണെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം സഹകരണ മേഖലയിലൊക്കെ വലിയ വെല്ലുവിളി നേടുന്ന ഈ അവസരത്തിലും മേത്തല സർവീസ് സഹകരണ ബാങ്ക് ലാഭത്തിലായിരിക്കുകയാണ്. അതുകൂടാതെ ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ബാങ്ക് സെക്രട്ടറി MN ചിത്രകുമാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് PA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ചേരമാൻ പള്ളിയുടെ സമീപത്താണ് ATM കൗണ്ടർ ആരംഭിച്ചിട്ടുള്ളത്. ATMിലെ ആദ്യ പണമിടപാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ നിർവഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ATM സർവീസ് ആരംഭിക്കുന്നതിനായി സൗകര്യം ചെയ്ത നവാസിനെ ചടങ്ങിൽ ആദരിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ബിനോയ്, ചേരമാൻ മഹല്ല് പ്രസിഡന്റ് NA റഫീഖ്, ബോർഡ് മെമ്പർമാരായ KM സലീം, PN രാജീവൻ, നഗരസഭാ കൗൺസിലർ EJ ഹിമേഷ്, മുൻ കൗൺസിലർ MK സഹീർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം നന്ദി പറഞ്ഞു. ബാങ്കിന്റെ ഭരണസമിതി രണ്ടാമത്തെ അഡ്വക്കേറ്റ് CP രമേശിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്ത് കിട്ടുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. അത് നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഡിവിഡൻഡ് ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏതെല്ലാം കാര്യങ്ങളാണോ പൊതുജനങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ വേണ്ടി ബാങ്കിന് കഴിയുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട്